കാൽ നൂറ്റാണ്ടിന് ശേഷം കെഎസ്ആർടിസി സ്വന്തം വരുമാനത്തിൽ നിന്ന് ശമ്പളം നൽകുന്നു. ജനുവരി മാസത്തെ ശമ്പളമാണ് നൽകുക. 90 കോടി രൂപയാണ് ഇതിനായി വേണ്ടത്. ശബരിമല സർവീസിൽ നിന്ന് ലഭിച്ച അധിക വരുമാനമാണ് കെഎസ്ആർടിസിയെ ഈ നേട്ടത്തിലെത്തിച്ചത്. ഇപ്പോഴത്തെ നേട്ടം അഭിനന്ദനാർഹമാണെന്ന് ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ശമ്പളം നൽകാനാവാതെ ധനസഹായത്തിനായി സർക്കാരിന് മുന്നിൽ കൈനീട്ടുന്ന കാലം കെഎസ്ആർടിസി അവസാനിപ്പിക്കുന്നു. 25 വർഷത്തിന് ശേഷം ശമ്പളം സ്വന്തം വരുമാനത്തിൽ നിന്ന് നൽകാനുള്ള പ്രാപ്തി കോർപ്പറേഷൻ നേടി. 31,270 സ്ഥിരം ജീവനക്കാർക്കും 3,926 താൽക്കാലിക ജീവനക്കാരുടെയും ജനുവരി മാസത്തെ ശമ്പളം വരുമാനത്തിൽ നിന്നും നൽകും. ഇതിനായി 90 കോടി രൂപയാണ് വേണ്ടത്. വരുമാന നേട്ടം മാനേജ്മെന്റ് നടപ്പാക്കിയ സാമ്പത്തിക അച്ചടക്ക നടപടിയുടെ കൂടി ഫലമാണെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ കുറേ നാളായി സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചു പോകുന്ന നടപടികളുടെ ഫലമായി കൂടി എന്നാണ് ഞാൻ പറഞ്ഞത്. ഫലമായി കൂടിയാണ് ഇതുണ്ടായിട്ടുള്ളത്. ഒരു പ്രധാന കാരണം ഞാൻ തന്നെ പറഞ്ഞല്ലോ, ശബരിമലയാണ് പ്രധാനമായിട്ടും അതിന് ഒരു കാരണമായി തീർന്നിട്ടുള്ളത്. ജീവനക്കാർക്കും അതിയായ സന്തോഷം. നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമുക്ക് ശമ്പളം കിട്ടാൻ നമ്മുടെ അധ്വാനത്തിന്റെ കൂലിയാണ് ശരിക്കും കിട്ടുന്നത്. അതൊക്കെ നല്ല സന്തോഷമുള്ള കാര്യമാണ്. അധ്വാനത്തിൽ നിന്ന് എടുത്ത് തരുന്നെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. ഞങ്ങൾക്ക് ഹാപ്പിയാണ്. ശബരിമല സർവീസിൽ നിന്ന് ലഭിച്ച 30 കോടിയുടെ അധിക വരുമാനം നേട്ടമായി. സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം നിലവിൽ വന്നതോടെ അലവൻസ് ഇനത്തിൽ ദിവസം 8.2 ലക്ഷം രൂപ ലാഭിക്കാനായി. പരസ്യ വരുമാനം 62 കോടിയിൽ നിന്ന് 189.98 കോടിയായി ഉയർന്നതും ഉപകാരമായി. മീഡിയ 1 തിരുവനന്തപുരം.